ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ മെൻ്റെ സോന. സോ ഇന്ന് നമ്മളുടെ മാസ്റ്റർ ടോക്കിൻ്റെ 24th സെഷനാണ്. അപ്പം എന്നാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. നമുക്കറിയാം, നമ്മളെ കാരണം വേറൊരാളെ സന്തോഷിച്ച് കാണുമ്പോൾ അത് നമുക്കൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കും. ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കും. അപ്പം ചിലർക്കൊരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വേറെ ആളെ നമുക്ക് ഹാപ്പി ആക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മണി ഈസ് ദ കീ ഓഫ് ഹാപ്പിനെസ്. ലൈക്ക് പണം നമ്മളെ കൈമേൽ എപ്പോഴാണ് വരുന്നത് അപ്പം മാത്രമേ നമ്മൾ ഹാപ്പി ആവുള്ളൂ എന്ന രീതിയിൽ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ചെയ്യാൻ മേ ബി നമ്മളൊരു നോട്ടം മതിയാവും വേറൊരാളുടെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ബി ഹാപ്പി, നമ്മൾ ഹാപ്പി ആവും, പിന്നെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെയാണ്. സോ ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജുനൈ സാറെ ക്ഷണിക്കണം. ആൻഡ് വൺസ് അഗൈൻ ഈ സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഈ മാസ്റ്റർ ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. ആൻഡ് ഹാൻഡ് ഓവർ ടു ജുനൈ സാർ. Hello. Before that, just an introduction. Is that okay? ഒന്ന് മെൻഷൻ ചെയ്യോ? ഓക്കെ ഫൈൻ. സോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും ഈ സന്തോഷിച്ചു കഴിഞ്ഞാല് അത് കഴിഞ്ഞ് കരയേണ്ടി വരും അല്ലേ? നമ്മൾ ഓവറായിട്ട് ഹാപ്പിനെസ് ഉണ്ടായാൽ കുറച്ച് കഴിഞ്ഞാൽ കരയേണ്ടി വരും എന്നുള്ളൊരു മിസ്ബിലീഫ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ നമ്മള് കുഞ്ഞു മക്കളെയൊക്കെ കുറെ കളിപ്പിക്കുന്ന സമയത്ത് പാരന്റ്സ് പറയുന്നത് കേൾക്കാം, അതായത് കുറെ ചിരിപ്പിക്കാൻ കേട്ടോ, പിന്നെ രാത്രി കരയും. എക്സാക്ട്ലി പറയുന്ന ഒരു മൊമെന്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. സോ അതിന് ആ ഒരു ഈവൻ നമ്മളുമായിട്ട് അത്രയും ക്ലോസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനത്തിനെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾക്ക് എന്താണോ വേണ്ടത് ആദ്യം അത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അപ്പൊ നമ്മുടെ കപ്പ് എന്ത് ചെയ്യും, ഫിൽ ചെയ്യും. അപ്പൊ നമ്മൾ നിൽക്കുന്നതാണ്. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അതിന് മുന്നേ ബി ഇൻ വീഡിയോ മോഡ്. ഓക്കെ, ഇത് പറയാനുള്ള കാരണം നിങ്ങളോട് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. അതിന്റെ ഒരു വൈബ് അല്ലെങ്കിൽ അതിന്റെ ഒരു വൈബ്രേഷൻ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്, ബി ഇൻ വീഡിയോ മോഡ്. ആൻഡ് ഐ വെൽക്കം യു എവ്രി വൺ ടു ദിസ് വണ്ടർഫുൾ സെഷൻ ആൻഡ് ഹാൻഡ് ഓവർ ടു സർ. Hello everyone. Good evening. One second. Okay, done. അപ്പോൾ മാസ്റ്റർ ടോക്ക് 24 24ാമത്തെ മാസ്റ്റർ ടോക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്നുള്ളതും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബി ഹാപ്പി ദെൻ മേക്ക് അതേഴ്സ് ഹാപ്പി. വേൾഡിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എല്ലാവർക്കും വേണ്ടത് ഹാപ്പിനെസ് ആണ്. എവ്രി വൺ, എല്ലാവരും ഓടി നടക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. ചടങ്ങ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഒരു ടീമൊക്കെ ഫോം ചെയ്തിട്ട്, നമ്മളെ ടീം MJM ഫോം ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 4 month ആയി, 4ാമത്തെ മാസമാണ്. അപ്പം കഴിഞ്ഞ ജനുവരി എന്നുള്ളത് 2025 കംപ്ലീറ്റ്ലി ടീമിനെ നമ്മൾ വേറെ തന്നെ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിലാണ്. അപ്പോൾ വൺ സെക്കൻഡ്, എന്റെ ഓഡിയോ ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഒന്ന് മെൻഷൻ ചെയ്യോ? മൈ ഓഡിയബിൾ? ഓക്കെ, ഡൺ. അപ്പോ നമ്മളെ ടീമിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ടീം ബിൽഡ് ചെയ്ത് ഈ ഒരു 2025 എൻ്റെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവണം നമുക്കും, അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ള ആളുകൾക്കും എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ടീം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കഴിഞ്ഞൊരു മാസത്തിൽ നമ്മളെ ടീമിലുള്ള 5 ആളുകൾ
അവരെ വർക്കും അതുപോലെ തന്നെ അവരെ ഒരുപാട് എക്സ്പീരിയൻസും അവർ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പി ആക്കുന്നുണ്ട്. സി, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. അപ്പോൾ എങ്ങനെ നമുക്ക് ഹാപ്പി ആവാം എന്നുള്ളതിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ടിപ്പാണ് എന്ത്, മേക്ക് അതേഴ്സ് ഹാപ്പി. ഓക്കെ, മെജോറിറ്റി ആളുകൾക്കുള്ളതാണ്. സി, സംതിങ് നമ്മൾ ഫീൽ ചെയ്ത് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ്സിനോട് കൂടി എന്തെങ്കിലും ഒരാൾക്ക് ഒരു സഹായം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറയാറില്ലേ, ഒരു ഒന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റുള്ള ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യണ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിട്ടുതരാന്ന് പറയാറില്ലേ. എക്സാക്ട്ലി നമ്മൾ ആ ഹാപ്പിനെസ് കിട്ടാറുള്ളത് ചില ആളുകൾക്ക് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചില സഹായങ്ങൾ ചെയ്യുന്ന സമയത്താണ്. സോ നമ്മളെ ടീമിന്റെ ഒന്ന് രണ്ട് ചെറിയ സന്തോഷങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഹാപ്പിനെസ് എന്ത് ചെയ്യാണ്, നമ്മളെ മാസ്റ്റർ ടോക്ക് ഫാമിലി ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ്, അപ്പൊ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയാ, മെജോറിറ്റി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതിൽ ഔട്ട് ചെയ്യാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, എന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 1 മന്ത്, കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ ടീമിലെ ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവരെ എല്ലാവരും ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിൽ അവര് ഇംപ്രൂവ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ കൂടി ഒരു ഹൈ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം, അവരൊന്ന് ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആ ഒരു സർപ്രൈസോടെ പൊളിക്കുകയാണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡൺ. അപ്പോ നമ്മുടെ ടീമിലുള്ള ഒരു ആളാണ് ജുനൈദ്. ഈസ് ഓൾസോ മൈ പ്രൈവറ്റ് സെക്രട്ടറി. എന്താന്ന് വെച്ചാൽ ആളൊരു കോൺട്രിബ്യൂഷൻ, ഇപ്പൊ നമ്മുടെ ടീം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ സ്റ്റാർട്ടിങ് പീരീഡ് മുതലേ, ബട്ടിങ് പീരീഡ് മുതലേ നമ്മളെ കൂടെയുള്ള ആളാണ് ടീമിലെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ മീഡിയ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, നമ്മളെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ജുനൈദാണ്. സോ കഴിഞ്ഞ ഒരു മന്തിലെ ഏറ്റവും ബെസ്റ്റ് മീഡിയ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓർഗനൈസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആരെയാണ്? ജുനൈദിനെയാണ് എന്നുള്ളതാണ്. സോ ആ ഒരു അപ്രിസിയേഷൻ, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളെ മാസ്റ്റർ ടോക്കിന്റെ ടീം എന്നുള്ള നിലയിൽ ഇവർക്ക് മുൻപാകെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളെ ടീമിലെ ജുനൈദിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ദെൻ മറ്റൊന്ന് വരുന്നത് ഇറ്റ്സ് സോന. ഇന്നത്തെ നമ്മളെ മാസ്റ്റർ ടോക്കിന്റെ ഇൻട്രോ പറഞ്ഞിട്ടുള്ള ആളാണ് സോന സുഹാന. എല്ലാവർക്കും അറിയാം. അപ്പൊ സോന നമ്മളെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 മന്ത് കഴിഞ്ഞു, 4 മന്തിലേക്കാണ്. അപ്പോൾ ആളെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റോറി ടെല്ലറാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1 മന്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടീമിലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണ് സ്റ്റോറി ടെല്ലിംഗ്. എനിത്തിങ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു വിസിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ എല്ലാവരും സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്റ്റോറി ടെല്ലിംഗിൽ അടിപൊളിയാണ്. ബട്ട് ചില കാരണങ്ങളാൽ ഒരു ഹൈ പെർഫോമൻസ് എന്ന് പറയുമല്ലോ, അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഈ ഒരു ജനുവരി മന്തിലെ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോനയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ടോക്കിലെ ഫുൾ ഫാമിലി മുമ്പാകെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് സോനക്ക് കൈമാറുകയാണ്. ദെൻ മറ്റൊന്ന് നമ്മളെ സുഹറയാണ്. സി, സുഹറയും സോനയും അതുപോലെ തന്നെ ഇനി ഒരാളും കൂടി ഉണ്ട്, ഹാദിയ. 3 പേര് ഒരുമിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോ സുഹറനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആളൊരു ഫസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് റീച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളൊരു നോർമൽ വേ ഓഫ് പ്രസന്റേഷൻ, ആളെങ്ങനെയാണോ അങ്ങനെയാണ് ആള് പ്രസന്റേഷൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. ആൻഡ് ഓൾസോ
ആളൊരു ലീഡിങ് കപ്പാസിറ്റി. നമ്മളെ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഏരിയ കംപ്ലീറ്റ്ലി നമ്മളെ ലീഡ് ചെയ്യുന്നത് സൂറയാണ്. ആഫ്റ്റർ ആ ഒരു ലീഡിങ് ഏറ്റെടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ലീഡിങ് ഈ ഒരു കഴിഞ്ഞ മന്തിലെ ജനുവരി മാസത്തിലെ ബെസ്റ്റ് ലീഡർ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ടീം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫാത്തിമ സുഹറയെ, മെന്റർ സുഹറയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു മാസ്റ്റർ ടോക്ക് ഫാമിലി മുമ്പാകെ എന്ത് ചെയ്യാൻ അറിയിക്കാം. ഓക്കെ അതെ. ദെൻ വരുന്നതാണ് നമ്മളെ ഹാദിയ. ഹാദിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പേഴ്സണലി നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് പറയാറുണ്ട്, പണ്ടൊരു സമയത്ത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ട്രബിൾ ഉള്ള ഒരാളായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ടാവട്ടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ മാസ്റ്റർ ടോക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. മാസ്റ്റർ ടോക്കിന്റെ പോസ്റ്റേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രോ ആവട്ടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹാദിയാണ്. പക്ഷെ ഹാദിയന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നമ്മളെ സെഷൻസ് ഒക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് ആളൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തിലെ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള പാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാദിയ ഹാനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളെ ടീമിന്റെ മാനേജർ ഷെറി. സി ഒരു ടീം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം, അല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളെ വീടാണെങ്കിൽ വീടിന്റെ മാനേജറാണ് ആര്, നമ്മളെ ഉമ്മ എന്നുള്ളത്. ഒരു കമ്പനിയുടെ മാനേജറാണ് ആ കമ്പനി കംപ്ലീറ്റ്ലി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ ഉമ്മയാണ് ആ ദിവസത്തെ ഫുഡ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു വീട് നല്ല രീതിയിൽ പരിപാലിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ആ വീട്ടിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? അപ്പം ഫൈനാൻഷ്യൽ ഒരു മാനേജർ ആരാണ്? നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ മാനേജർ എന്നുള്ളത് പറഞ്ഞാൽ ആ മാനേജ്മെന്റ് എത്രത്തോളം, അല്ലെങ്കിൽ ആ മാനേജർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്നു അതിനനുസരിച്ച് ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ടീം എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്നതാണ്. സോ കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി മാസത്തെ ബെസ്റ്റ് മാനേജ്മെന്റ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഷെറിനും ഓൾസോ നമ്മളെ കൂടെ കഴിഞ്ഞ ഒരു 1 year ആയിട്ട് എന്തുണ്ട്, നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ ടീം സ്റ്റാർട്ട് ചെയ്തത് മുതൽ എല്ലാ കാര്യത്തിലും, നോട്ട് ഇൻ വൺ തിങ്, എല്ലാ കാര്യത്തിലും ഒരുപോലെ ഓടി നടന്ന് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവരെ എല്ലാവരും മുൻപാകെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ താങ്ക് യു ഓൾ ഓഫ് യു, ടീമിൽ ഉള്ളവരും ആൻഡ് ഓൾസോ നമ്മളെ മാസ്റ്റർ ടോക്ക് ഫാമിലിയും എല്ലാവരും ഞാൻ എന്ത് ചെയ്യാണ്, നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ജോയിൻ ചെയ്തതിനും നമ്മളെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനും. ആൻഡ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ബി ഹാപ്പി. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകളെ വലിയ രീതിയിൽ, ഇപ്പൊ സോന പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി മാത്രമല്ല നമുക്ക് ഒരാളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു സ്മൈല് കൊടുത്താൽ പോലും എന്ത് ചെയ്യും, മറ്റുള്ള ആളുകളെ ഹാപ്പി ആവുന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ ഹാപ്പി ആക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു സംഗതിയാണെന്ത്, നമ്മൾ എങ്ങനെ ഹാപ്പി ആവുന്നുള്ളത്. ബി ഹാപ്പി ദെൻ മേക്ക് അതേഴ്സ് ഹാപ്പി എന്നുള്ളതാണ്. അപ്പോ 1 second. സോറി. സോ നമ്മൾ എങ്ങനെ ഹാപ്പി ആവും, അതാണ് ടോപ്പിക്. ഇപ്പം നമ്മളെ ഹാപ്പിനെസിനെ പറ്റിയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അറിയോ? നമ്മളെ ഇക്കിഗായ് പറയുന്നത് നമ്മളെ പേർപ്പസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അതിലൂടെ എങ്ങനെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സിംപിളി അതിൽ പറയുന്നത്. അപ്പൊ ഈ ഇക്കിഗായ് പുസ്തകത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്, എന്താണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് പ്ലസ് എന്താണോ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും നമ്മൾ ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയൂലേ. ഓക്കെ, ചില സംഗതികൾ ഞാൻ ചെയ്താൽ അത് അടിപൊളിയാവും എനിക്കറിയാം. ഓക്കെ, ചില കാര്യങ്ങൾ മാനേജ് ചെയ്താൽ അത് അടിപൊളിയാവും എന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുക്ക് ചെയ്താൽ അത് അടിപൊളിയാവും എന്നുള്ളത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്.
ആൻഡ് ഓൾസോ കുക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ രണ്ട് സംഗതികൾ ഒരുമിച്ച് വരുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുക. നമ്മളെ പാഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എന്താണോ ചെയ്യാൻ ഗുഡ് ആയിട്ടുള്ളത്, ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പും ഇതിന്റെ ഹാപ്പിനെസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു സെഷൻ ഇരിക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ എന്ത് ചെയ്യുന്ന സമയത്താണ് ഹാപ്പി ആവുന്നത്. സംതിങ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര സമയം അത് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര ടയേർഡ് ആണെങ്കിൽ, ഓക്കെ സോറി, നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഡൺ. അപ്പോ ഈ ഒരു സംഗതി ഞാൻ എത്ര ചെയ്താലും എനിക്ക് മടുപ്പ് വരൂല. അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഞാൻ എത്ര ടയേർഡ് ആണെങ്കിലും ചെയ്യും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവും, അത് ചൂസ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാവും, നമ്മളേതായിട്ടുള്ള ഒരു സ്കില്ല്. അതാണ് ആ പോയിന്റിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. നമ്മളേതായിട്ടുള്ള ആ സ്കില്ല് എന്താന്നുള്ളത് കണ്ടുപിടിക്കുക. ആ സ്കില്ലിനെ നമ്മൾ ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ ദാറ്റ് ഈസ് യുവർ പാഷൻ എന്ന് പറയുന്നുണ്ട് ഇക്കിഗായ് പുസ്തകത്തിൽ. ഇതാണ് നിങ്ങളെ പാഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഷൻ കണ്ടെത്തുന്നതോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവും. സി എക്സാക്ട്ലി ഞാൻ ഇന്നൊരു മീറ്റിൽ വെച്ചിട്ട് നമ്മളെ PMA ഗഫൂർ സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളൊരു പെൻസിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു പെൻസിൽ എന്നുള്ളത്, ഇതൊരു പെന്നാണ്, പെൻസിലായിട്ട് എടുക്കുക. സി ഈ ഒരു പെൻസിൽ എന്നുള്ളത്, ഇതിന് ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിന്റെ മൊന പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യാം, നമുക്കിത് വീണ്ടും കൂർപ്പിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. വൺ മോർ ടൈം, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ ലീവായി പോകുന്നുണ്ട്. ഓക്കെ ഡേ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഈ ഒരു പെൻസില് മുന പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വീണ്ടും ഷാർപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സംതിങ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ ഇത് പെന്നാണ്, പെൻസിലിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന ഒരു റബ്ബർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എറേസ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇൻ കേസ് ഇത് പൊട്ടി പോവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പൊട്ടിയ ഭാഗം എഗെയിൻ ഷാർപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ PMSR ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്ത് തരികയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും എഗെയിൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഷാർപ്പൺ ചെയ്തിട്ട് മുന്നോട്ട് പോവുക, മിസ്റ്റേക്ക് പറ്റിയാൽ അത് എറേസ് ചെയ്തിട്ട് ഫോർഗീവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ പറയുന്നത്. ബട്ട് ആ സമയത്ത് എന്റെ മൈൻഡിലൂടെ കടന്നുപോയ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, എക്സാക്ട്ലി അധികം ആളുകൾക്കും അറിയൂല എന്ത്, ഈ ഒരു പെൻസിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പെൻസിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അധികം ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തതാണ്, ഇത് മണ്ണിലിട്ട് വെച്ചതാണ്, ഇത് ഉപയോഗിക്കുന്നില്ല, സെൽഫ് ഉപയോഗിക്കുന്നില്ല, അവരെ എക്സാക്ട് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അവർ ഉപയോഗിക്കുന്നില്ല. ഈ മണ്ണിൽ ഈ പെൻസിൽ ഇട്ട് വെച്ചാലുള്ള ഒരു പ്രശ്നം എന്താ, കുറഞ്ഞ കാലം കൊണ്ട് ഇത് ചെതലരിച്ചിട്ട് ഇത് നശിച്ചു പോകുന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് മിസ്റ്റേക്ക് വരികയാണെങ്കിലും, എന്തൊക്കെ ട്രബിൾ വരികയാണെങ്കിലും അതൊക്കെ മറികടക്കാനുള്ള എന്തുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഇതിലുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ എന്തല്ല, ആരും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ്, നമ്മളെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, നമ്മളെ യഥാർത്ഥ കഴിവ്, നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ്, നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, വി നീഡ് എ പാഷൻ. നമുക്കൊരു പാഷൻ വേണം എന്നുള്ളതാണ്. ഈ പാഷൻ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ആ പാഷനിലൂടെ നമുക്ക് പോവുകയാണെങ്കിൽ വി ഗെറ്റ് എ ഹാപ്പിനെസ്, ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. ഈ പാഷനായിട്ട് ഞാൻ ഈ ഒരു ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ അവർ തൃപ്തരല്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാടായിട്ടുള്ള വേറെ എന്തൊക്കെയോ തോട്ട്സ് വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്, മന്ത് കഴിയുന്നുണ്ട്, ഇയർ കഴിയുന്നുണ്ട്, ഇങ്ങനെ വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് എക്സാക്ട്ലി അവരെന്തല്ല, ഹാപ്പി അല്ല. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എറർ. എന്ത് എറർ, അവർക്ക് അറിയില്ല യഥാർത്ഥ അവരെ പൊട്ടൻഷ്യൽ എന്താണ്, ആ പൊട്ടൻഷ്യലിലാണ് അവർ പോകുന്നതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താണ്, നമ്മളെ പാഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളെ യഥാർത്ഥമായിട്ട് നമ്മൾ എന്താണ് നമ്മളുള്ള സ്കില്ല് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ,
ദെൻ ഈ ഒരു സ്കില്ലിനെ പറ്റിയിട്ട് ഇത് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്, ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കല്ലിന്റെ മൂല്യം ചോദിച്ചിട്ടൊരു ഗുരുവിന്റെ അടുത്ത്, അതായത് ലൈഫിന്റെ വാല്യൂ ചോദിച്ചിട്ട്, എന്റെ യഥാർത്ഥ വാല്യൂ അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടൊരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വരുന്നുണ്ട്. ആ ശിഷ്യന്റെ അടുത്ത് ഗുരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കല്ലെടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ കല്ല് നീ വിൽക്കരുത്, നീ എന്ത് ചെയ്യണം, ഇത് ചന്തയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ വാല്യൂ ചോദിച്ചിട്ട് തിരിച്ചു പോവുക, അതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് ചോദിച്ചിട്ട് തിരിച്ചു പോവാന്ന് പറയും. അങ്ങനെ ഒരു പച്ചക്കറിക്കാരന്റെ അടുത്ത് കടയിലെത്തിയിട്ട് ഈ കല്ല് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ കല്ലിന് നിങ്ങൾ എനിക്ക് എന്ത് വാല്യൂ തരും, എത്ര വില തരും എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് പച്ചക്കറിക്കാരൻ പറയുന്നുണ്ട്, നീ ആ കല്ല് ഇങ്ങോട്ട് തന്നിട്ട് എന്ത് ചെയ്തോളൂ, ഇവിടുന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ആ കല്ല് ഇങ്ങോട്ട് തന്നിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ആ ശിഷ്യൻ പറയാണ്, സോറി, ഇതിന്റെ ഗുരു വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് വേറൊരു ഒരു ഗോൾഡ് കടയിൽ, സ്വർണത്തിന്റെ കടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു കല്ലിന് നിങ്ങൾ എനിക്ക് എത്ര വാല്യൂ തരും എന്നുള്ളത്. അപ്പൊ ആ സ്വർണ്ണക്കടയിൽ കയറുന്ന സമയത്ത് ആള് പറയാണ്, ഇതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അധികമൊന്നും മൂല്യം കാണുന്നില്ല, എന്നാലും എന്ത് ചെയ്തോളൂ, ഇത്ര എമൗണ്ട് ഓഫ് ഗോൾഡ്, ഇതിന് പകരം നിങ്ങൾ അതേ വലുപ്പത്തിലുള്ള ഒരു ഗോൾഡിന്റെ പീസ് എടുത്തോളൂ, എന്നിട്ട് എന്ത് ചെയ്തോളൂ, ആ കല്ല് എനിക്ക് തിരിച്ചു തന്നോളൂ എന്ന് പറയുന്നുണ്ട്. അത് എത്രയാണോ തൂക്കമുള്ളത്, ആ തൂക്കത്തിൽ നിങ്ങൾ ഗോൾഡ് എടുത്തിട്ട് ആ കല്ല് എനിക്ക് തന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ആള് പറയാണ്, സോറി, ഇത് എനിക്ക് വിൽക്കാൻ പറ്റൂല, അതിന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ആൾ അവിടുന്ന് തിരിച്ചു വരികയാണ്. തിരിച്ച് അഗെയിൻ വേറൊരു ഏരിയയിൽ ഒരു, നമ്മൾ പറയാറില്ലേ, ഈ എക്സിബിഷൻ ഒക്കെ നടത്തുന്ന പോലെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഇതിന് എത്ര രൂപ തരും, ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സിബിഷന് വെക്കാൻ വേണ്ടിയിട്ട് തരികയാണെങ്കിൽ എത്ര തരും എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് ആള് പറയാണ്, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പഴയതാണ്, മൂല്യമുള്ളതാ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് മീൻസ് നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിലെ കോടാനുകോടി രൂപ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്ത് ചെയ്തോളൂ, എനിക്ക് തിരിച്ചു തന്നോളൂ എന്ന് അതെനിക്ക് തന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിഷ്യൻ പറയാണ്, നോ, എനിക്കിത് വിൽക്കാനുള്ള അനുവാദമല്ല, ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറയുന്നുണ്ട്. എഗെയിൻ അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഡയമണ്ടിന്റെ, അതായത് വജ്രങ്ങളൊക്കെ എടുക്കുന്ന ഒരാളെടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതിന് നിങ്ങൾക്ക് എന്ത് വാല്യൂ തരും എന്നുള്ളത്. ആ സമയത്ത് ആ വജ്ര കടക്കാരൻ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ ആള് പറയാണ്, സി, എന്റെ ഈ കടയും എന്റെ സ്വത്തും എന്റെ സമ്പത്തും എല്ലാ സംഗതികളും വിറ്റാ കൂടി എന്ത് ചെയ്യാൻ കഴിയൂല, നിങ്ങളെ കയ്യിലുള്ള ഈ ഒരു കല്ല് എനിക്ക് വാങ്ങാനുള്ള കാപ്പബിലിറ്റി എനിക്ക് ഉണ്ടാവില്ല. കാരണം ഇത് അത്രത്തോളം മൂല്യം നിറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു കല്ല് അത്രത്തോളം മൂല്യം നിറഞ്ഞിട്ടുള്ള കല്ലാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കേട്ടിട്ട് തിരിച്ച് ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, നിന്റെ വാല്യൂ എന്നുള്ളത് എക്സാക്ട്ലി അറിയണത് നിനക്ക് മാത്രമേ ഉള്ളൂ, നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നിന്റെ വാല്യൂ കണക്കാക്കുന്നത് അവരെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ്. ഓക്കെ, അപ്പം പച്ചക്കറിക്കാരന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ആ പച്ചക്കറിക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് അവർ നമ്മളെ വാല്യൂ ഇടുക, അല്ലെങ്കിൽ ആ കല്ലിന്റെ വാല്യൂ ഇടുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ആരെയാണോ അടുത്ത് ചെല്ലുന്നത് അവരെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, നിങ്ങളെ വാല്യൂ ഇടുക. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, എപ്പോഴും നമ്മൾ ഏറ്റവും എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളുകളെ ഗൈഡൻസ് എടുക്കണം, ആളെ കീഴിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗൈഡൻസ് വിസ്ഡംസ് എടുക്കണം എന്നുള്ളത്. കാരണം അവര് കാണുന്ന രീതിയിൽ നിങ്ങളൊരു പക്ഷെ മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത്, നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ഹാപ്പിനെസ് കിട്ടാൻ തുടങ്ങും, നമ്മളെ ലൈഫിന് ഒരു അർത്ഥമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇതില്ലാത്തതുകൊണ്ടാണ് മെജോറിറ്റി ആളുകളും ആ ഒരു ഹാപ്പി. നാളെ രാവിലെ മോർണിംഗ് എന്തിന് എണീക്കണം എന്ന് ചോദിച്ചാൽ, ടൂർ പോകാണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ, ഹാപ്പി ആയിട്ട് എണീക്കും. അതല്ല, ടൂർ ഇല്ലാതെയാണ് നമ്മൾ, ടൂറും കാര്യങ്ങളും ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള എണീക്കലാണെങ്കിൽ എണീക്കാൻ മടിയായിരിക്കും, പുതപ്പ് നീക്കാൻ പ്രശ്നമായിരിക്കും, ഫാൻ ഓഫ് ആക്കാൻ പ്രശ്നമായിരിക്കും, ഇതൊക്കെ പ്രശ്നമായിരിക്കും. ബിക്കോസ് നമുക്കൊരു ഇതില്ല, എന്താ, ഒരു ഗോളില്ല, എണീറ്റിട്ടുള്ള ചെയ്യാൻ പറ്റിയുള്ള സംഗതി ഉണ്ടല്ലോ, അതില്ല. അത് ലൈഫ് ലോങ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആയിട്ട് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സംഗതി, അതായത് നമ്മളെ സെൽഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, സെൽഫിനെ കുറിച്ചിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, നമ്മളെ ഏറ്റവും ഹയർ ആയിട്ടുള്ള പൊട്ടൻഷ്യൽസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ദെൻ വരുന്നത് മേക്ക് അതേഴ്സ് ഹാപ്പി. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റും. അപ്പം മറ്റുള്ള ആളുകളെ ഹാപ്പി ആക്കാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താ, ബി ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകളെ എക്സാക്റ്റ് ആയിട്ട് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
ആ ഒരു വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എക്സാക്റ്റ് ആയിട്ട് ഹാപ്പി ആക്കുക. മേ ബി നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് വരുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ഗോഷ്ടി കാണിച്ചോ പല പല കാര്യങ്ങളോട് ആൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും. ബട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ആ ഒരു എസെൻസ് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളും ഹാപ്പി ആയിരിക്കണം. എക്സാക്ട്ലി ഞാനും നിങ്ങളും സംസാരിക്കുന്ന സമയത്ത് എന്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്റെ വൈബ്രേഷൻ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതും ഞാൻ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്റെ വൈബ്രേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിന് പകരം ഞാൻ കുറച്ചൊന്ന് ലൗഡായിട്ട് എന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫുൾ എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യം സംസാരിച്ച പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സംതിങ് എന്തോ ഒരു ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോ നമ്മൾ എപ്പോഴാണോ ഹാപ്പി ആവുന്നത് അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമതായിട്ട് നമുക്ക് മറ്റുള്ള ആളുകളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അവരെ പരിപൂർണ അവസ്ഥയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരെങ്ങനെയാണോ ആ അവസ്ഥയിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഉം, ഒരു കഥ പറയുന്നുണ്ട്, ഒരു രാജാവിന്റെ കഥ. ആ കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം നമ്മളെ സെഷന് വൈൻഡപ്പ് ചെയ്യാം. കഥ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഒരു രാജാവ് ആ രാജാവിന്റെ നാട്ടിലൊരു വലിയ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഭടന്മാരോട്. അങ്ങനെ ഭടന്മാരെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് അതിലൊരാൾ നേതാവായിട്ട് തെരഞ്ഞെടുത്തിട്ട് ആ നേതാവ് എന്ത് ചെയ്യാണ്, പറയാണ്, ഓക്കെ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ലീഡ് ചെയ്യാം, എന്ത് ഈ ഒരു ശില്പം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീഡ് ചെയ്യാൻ കാര്യങ്ങൾ. അങ്ങനെ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ ലീഡർ ചൂസ് ചെയ്തിട്ടുള്ള സംഗതി ഇരുമ്പാണ്. ഇരുമ്പാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ടൺ കണക്കിന് ഇരുമ്പ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, രാജാവിന്റെ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇത് അല്ലാതെ ഈ ഇരുമ്പല്ലാതെ മറ്റൊരു സംഗതി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് കളിമണ്ണാണ്. കളിമണ്ണാണ്. അപ്പൊ ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ഭയങ്കര ആശ്ചര്യത്തിലാണ്. കാരണം ഇരുമ്പും കളിമണ്ണും. അപ്പൊ ഈ കളിമണ്ണ് കൊണ്ട് എന്ത് അവയവമാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആദ്യം രാജാവിന്റെ തല സൃഷ്ടിക്കുന്നുണ്ട്. വലിയ ബിംബം അല്ലെങ്കിൽ വലിയ സ്ട്രക്ചറാണ്, വലിയ ബിംബാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലയുടെ ഭാഗമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഇരുമ്പാണ്. അതുപോലെ ഷോൾഡർ, ചെസ്റ്റ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇരുമ്പാണ്. ഉള്ളിൽ മൊത്തം ഉണ്ടാക്കുന്നത് ഇരുമ്പാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് കാത്തിക്കുക, എവിടെ ആയിരിക്കും ഈ കളിമണ്ണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാധാ ഈ ഒരു നോർമലായിട്ട് തൊട്ടാ പൊടിഞ്ഞു പോകുന്ന ഈ മണ്ണ് വെച്ചിട്ട് ഏത് ഏരിയ ആയിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഈ രാജാവിന്റെ ശില്പം, ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഈ ശില്പത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യാണ്, മറ്റുള്ള ആളുകളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കുന്ന ദിവസത്തില് ആ കേട്ടൻ ഇങ്ങനെ അതിന്റെ മുകളിൽ ഒഴിവാക്കുന്ന സമയത്താണ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താ, എല്ലാ ഏരിയയും ഇരുമ്പാണ്, ഒരു ഏരിയ മാത്രം കളിമണ്ണാണ്. അപ്പൊ ഈ കളിമണ്ണുള്ള ഏരിയ ഏതാ അറിയോ, രാജാവിന്റെ കാലിന്റെ പൂട്ടുണ്ടല്ലോ, കാലിന്റെ ആ ഭാഗം മാത്രം കളിമണ്ണ്. ബാക്കിയുള്ള എല്ലാ ഏരിയ എന്താണ്, ഇരുമ്പാണ്. ഇത് കണ്ടതും രാജാവ് ഭയങ്കര ഉം, ചിന്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, ദിസ് ഈസ് എ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ഫുളിഷ്നെസ് അല്ലെ, ഇതൊരു മണ്ടത്തരാണ്. കാരണം ഏഹ്, ഏത് സമയത്തും ഈ ബിംബം പൊളിഞ്ഞു പോകും. കാരണം അടിയിൽ എന്താ ഉള്ളത്, കളിമണ്ണാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് ലീഡർ എന്ത് ചെയ്യാണ്, രാജാവ് വിളിച്ചിട്ട് രാജാവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിക്കാനുള്ള കാര്യം, നിങ്ങൾ ഭയങ്കര അറിവുള്ള ആളാണ്, നിങ്ങൾ ഭയങ്കര ജ്ഞാനിയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യം. അപ്പൊ ആ സമയത്ത് ഈ ലീഡർ, ഈ വിളിച്ചിട്ടുള്ള ജ്ഞാനി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഈ രാജാവിന്റെ കാല് മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, രാജാവെ, നമ്മൾ മനുഷ്യന്മാരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെറിയ ചെറിയ സംഗതികൾ തട്ടിയാൽ, മീൻസ് നമ്മളൊരു ചെറിയ സംഗതി നമ്മളെ കാലിൽ തട്ടിയാൽ നമ്മൾ ആകെ മറിഞ്ഞു പോകും. ഇതുപോലെ നമ്മളെ ജീവിതത്തിലെ ചെറിയ ചെറിയ സംഗതികൾ വന്ന് തട്ടുമ്പോഴേക്ക് നമ്മൾ ആകെ എന്താവും, മറിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ ആകെ കോലം മാറും എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ രാവിലെ കാണുന്ന മനുഷ്യനായിരിക്കൂല ഉച്ചക്ക് കാണുന്നത്. മനുഷ്യൻ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആളെ രൂപത്തിലും ഭാവത്തിലും ഒന്നും വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ആളുള്ളിൽ ഒരുപാട് സംഗതികൾ എന്തായിട്ടുണ്ടാവും, തകിടം മറിഞ്ഞിട്ടുണ്ടാവും. അപ്പം രാവിലെ കാണുന്ന ആളായിരിക്കില്ല ഉച്ചക്ക്, ഉച്ചക്ക് കാണുന്ന ആളായിരിക്കില്ല വൈകുന്നേരം, നൈറ്റ് വേറെ ആളായിരിക്കും. കാരണം ഇമോഷൻസ് ഇങ്ങനെ നമുക്കിങ്ങനെ മാറി 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 മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മൾ ആദ്യം മനസ്സിലാക്കുക,
എന്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനും നമുക്കും അങ്ങനെയുള്ളതാണ്. അത് മനസ്സിലാക്കുക. എന്റെ ഇമോഷൻസും പല രീതിയിൽ പല തരത്തിൽ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. എന്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യന്റെ ഇമോഷൻസും എന്ത് ചെയ്യും, മുന്നിൽ മാറിക്കൊണ്ടേയിരിക്കും. അന്ന് മൂപ്പര് കണ്ടിട്ട് എന്നെ ചിരിച്ചില്ലല്ലോ. ഇനിയിപ്പോ എനിക്ക് മൂപ്പർക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ടോ? നോ. ചിലപ്പോ മൂപ്പര് വേറെന്തോ ആവശ്യത്തിന് അല്ലെങ്കിൽ വേറെന്തോ ചിന്തയിൽ മുഴുകിക്കൊണ്ട് പോയേക്കും. ഓക്കെ. അപ്പോ ഈ രീതിയിൽ നമ്മളെ മുന്നിലുള്ള ഓരോ മനുഷ്യനും മനസ്സിലാക്കുക. എങ്ങനെ? ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പോലും പലതരത്തിൽ ചിന്തകളെ വായിപ്പിച്ചു വിടുന്ന ആളാണ് ആര്? മനുഷ്യൻ എന്നുള്ളത്. ആ രീതിയിൽ മനുഷ്യനെ മനസ്സിലാക്കുക. ഇത് അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ട ഒന്നാണ് ഇത്. അവരെ മനസ്സിലാക്കുക എന്നുള്ളത്. അവരെ മനസ്സിലാക്കുക. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 800 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ, ഇല്ലേ? 800 കോടിയിൽ മുകളിലുണ്ട്. 800 കോടി മനുഷ്യരിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നത് കുറച്ച് മനുഷ്യന്മാരെ മാത്രം. വളരെ കുറച്ച് മാത്രം. ആ 800 കോടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം. അതും നിങ്ങളെ കോറായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളെ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ആളുകൾ മാത്രമാണ് നിങ്ങളെ കൂടെ ഫുൾ ടൈം ഉള്ളത്. അത്രയല്ലേ ഉള്ളൂ. ഈ ആളുകളെ നിങ്ങൾ അവർക്കുള്ള ന്യൂനതകളോട് കൂടി അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങളോട് കൂടി തന്നെ അവരെന്ത് ചെയ്യുക, സ്വീകരിക്കുക, അവരെ മനസ്സിലാക്കുക. ഓക്കെ, ഇവരിങ്ങനെയാണ്. ഓക്കെ, എന്റെ ഉപ്പ ഇങ്ങനെയാണ്, കുറച്ചൊക്കെ ചൂടാവും. എന്റെ ഉമ്മ എങ്ങനെയാണ്, കുറച്ചൊക്കെ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എന്റെ വൈഫ് ഇങ്ങനെയാണ്, ഈ കാര്യത്തിലൊക്കെ അവർ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഈ സംഗതിയിലൊക്കെ ഇങ്ങനെയാണ്. അവർ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുന്നതോടുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളും ഇവിടുന്ന് ഇല്ലാതാവും. ഈ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി എന്ത് ചെയ്യും, ഇവിടെ ഹാപ്പിനെസ് വരാൻ തുടങ്ങും. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ചെയ്യുക എന്നതിലുപരി ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ്സിനെ തൊട്ടുണർത്തിയാൽ മതി. പക്ഷെ ഉണർത്താൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ്സിന്റെ മുകളിൽ മൂടി കെട്ടി നിൽക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകളോടുള്ള പക, ദേഷ്യം, വാശി, ഉം, നമ്മുടെ ഉള്ളിലുള്ള സങ്കടം, ഇങ്ങനെ ഒരുപാട് സംഗതി. ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ മതി ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ മറ്റുള്ള ആളുകളുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം, വലിയൊരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്, അവരായിട്ട് പരിപൂർണരായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ. ദെൻ നമ്മൾ ഒരു കുട്ടിയുടെ കഥ കൂടി പറയാം. ഓക്കെ. ഈ ഒരു കഥ ഞാൻ ഈ അടുത്ത് ഇങ്ങനെ വായിച്ചതാണ് ഒരു സ്ഥലത്ത്. കഥ എങ്ങനെയാന്ന് വെച്ചാൽ, ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ ഹാപ്പിനെസ്, നമ്മൾ ത്രൂ ഹാപ്പിനെസ് എങ്ങനെ എത്തിക്കാന്നുള്ളതിന്റെ നമുക്കൊരു രണ്ടാമത്തെ മെത്തേഡായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഒന്നെങ്ങനെയെന്ന് വെച്ചാൽ അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, അവരെ മനസ്സിലാക്കാം. അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു കുട്ടി, ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കൃഷികൾ മീൻസ് ഒരുപാട് നല്ല വിളകളുണ്ട്, നല്ല പൂക്കളുണ്ട്, നല്ല പൂന്തോട്ടങ്ങളുണ്ട്. ഒരു അപ്പൂപ്പനാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടി എന്ത് ചെയ്യാണ്, അപ്പൂപ്പന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കാണ്, അപ്പൂപ്പ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ഭംഗിയായിട്ട് ഈ പൂക്കൾ ഇവിടെ വിരിയിച്ചെടുക്കുന്നത്? ഇത്ര ഭംഗിയായിട്ട് എങ്ങനെയാണ് ഇവിടെ പൂക്കൾ ഇങ്ങനെ എന്താ പറയാ കൃഷി ചെയ്തുണ്ടാക്കുന്നത് ചോദിക്കുകയാണ്. ആ സമയത്ത് അപ്പൂപ്പൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതാണ് ഞാൻ നമ്മളെ ഹാപ്പിനെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൂപ്പൻ പറയാണ്, മോനെ, ഞാൻ എന്ത് ചെയ്യില്ല, ഈ മരത്തിനെ വളരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ ചെടിയെ, ഈ ഒരു പൂവിനെ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഫോഴ്സ് ചെയ്യില്ല. അതായത് ഞാൻ പിടിച്ച് വലിക്കൂല. ഓക്കെ, വളരെ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യില്ല, പിടിച്ച് വലിക്കൂല. ബട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ചെടിയെ വളരാൻ അനുവദിക്കാത്ത ഒരുപാട് സംഗതികൾ ഉണ്ടാവും. മറ്റു ചില കളങ്ങൾ ഉണ്ടാവും, മറ്റു ചെറിയ 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 ചെടികളോ വള്ളികളോ ഒക്കെ ഇങ്ങനെ ഈ ചെടിയിൽ ചുറ്റി പണിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുക്കും. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ആ ചെടിയെ ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കീടനാശിനികൾ അല്ലെങ്കിൽ കീടങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ എന്ത് ചെയ്യും, ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ചെടിയെ തനിയെ എന്ത് ചെയ്യും, വളരാൻ വേണ്ടിയിട്ട് വിടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നത്, വളരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഹൃദയത്തിൽ ഓൾറെഡി ആ ഹാപ്പിനെസ് ഉണ്ട്. ഓൾറെഡി ആ ഒരു വളർച്ച, നല്ല നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടം നമ്മളെ ഹൃദയത്തിലുണ്ട്. അതെങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് നമുക്ക് കാണാൻ പറ്റും? അതിനെ നശിപ്പിക്കുന്ന ഒരുപാട് വള്ളി ചെടികൾ എന്തുണ്ട്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക്, ഞാൻ ഈ അടുത്ത് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയ സമയത്ത്, അവിടെ ഞാനൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ നിൽക്കാൻ പോണ സമയത്ത് ഒരു മാവുണ്ട്, വീടിന്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു മാവുണ്ട്. ആ മാവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ മാങ്ങയായിരിക്കും, നല്ല മധുരമായിരിക്കും. അപ്പൊ ഈ മാവ് ഇങ്ങനെ പൂത്ത് ഒരു മാങ്ങയുടെ സീസണൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിൽക്കാൻ പോകും, വിരുന്ന് പോകുന്ന പറയാ. ഓക്കെ, സ്കൂൾ പൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ സൺഡേ, സാറ്റർഡേ, ശനി, ഞായറൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഈ പോകുന്ന സമയത്ത് അവിടുത്തെ ഈ മാവില് ഒരുപാട് മാങ്ങ ഉണ്ടാവും. അപ്പൊ
മാങ്ങ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്ന് വെച്ചാൽ ഏർലി മോർണിംഗിൽ ഒരുപാട് മാങ്ങ എന്തുണ്ടാവും താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും, നല്ല പഴുത്ത മാങ്ങ. ഇത് രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള ആളുകളെക്കാൾ നേരത്തെ എണീറ്റിട്ട് പോയിട്ട് മാങ്ങ എടുത്തിട്ട് ഇത് നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ട് ഇത് കഴിക്കുക എന്നുള്ളതാണ് അത് അവിടുത്തെ ഒരു ടാസ്ക് മോർണിംഗ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എണീക്കാൻ എങ്ങനെയായാലും ഒരു 5 മണി 6 മണിയൊക്കെ ആവും, സോറി 6 മണിയൊക്കെ ആവും. നമ്മൾ നല്ല ഒരു ചെറിയ കുട്ടി എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ മതി കേട്ടോ. ഒരു മദ്രസ മീൻസ് ഒരു സ്കൂൾ ഒരു 5 6 7 ആ ഒരു പ്രായമൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യും. നമ്മൾ എങ്ങനെ എണീറ്റാലും ഒരു 6 മണിയാവും, 6 മണി 7 മണിയാവും. പക്ഷെ നമ്മളെ അവിടുത്തെ ഗ്രാൻഡ് ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു 4 മണി 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് പുറത്തു പോയി മാങ്ങ ഒരു ഇതൊക്കെ പെറുക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞങ്ങൾ 6 മണിക്ക് എണീക്കുക. ഞങ്ങൾ എണീറ്റ് പോകുമ്പോൾ ഓൾറെഡി അവിടെ വീണ്ടും അതിനുശേഷം വീണ മാങ്ങ ഉണ്ടാവും. ഞങ്ങൾ ഇത് വേഗം പോയിട്ട് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി കിട്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഉമ്മ സേവ് ചെയ്ത് വെച്ചെടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് ഈക്വൽ ആക്കും. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റോറി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ അടുത്ത് ഞാൻ തറവാട്ടിൽ പോയ സമയത്ത് അവിടെ ആ മാവുമ്മല് വളരെ കുറച്ച് മാത്രമേ മാങ്ങ പൂത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. ഒരുപാട് മാങ്ങ ഉണ്ടാവുന്ന മാവില് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഗ്രാൻഡിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു മാങ്ങ കുറയാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു. അപ്പോ ആളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതിന്മേൽ ഒരു വള്ളി കയറി പോയിട്ടുണ്ട്. സംതിങ് ഒരു വള്ളി ഇങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അതിന്റെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഭയങ്കരമായിട്ട് മാവ് കാണാത്ത കോലത്തിലൊക്കെ ആയിട്ട് നല്ല പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ വള്ളി കയറി പോണ സമയത്ത് അതിന്റെ ഉം, ആ തടിയിൽ, അതായത് മാവിന്റെ സ്റ്റെമ്പിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അപ്പം അത് വലിച്ചെടുക്കുന്ന വെള്ളവും വളവും ഒക്കെ എന്ത് ചെയ്യും, ഇത് വലിച്ചെടുത്തിട്ട് ഇത് വളരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അത് വെട്ടി ഒഴിവാക്കിയാൽ ഒന്നും കൂടി മാങ്ങ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സംഗതി ഞാനിവിടെ പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിലും നല്ല ഫ്രൂട്ടും നല്ല മധുരമുള്ള മാങ്ങയും മാമ്പയും ഒക്കെ ഉണ്ട്. ബട്ട് ചെറിയ ചെറിയ വള്ളികൾ, ഓക്കെ, ചെറിയ ചെറിയ വള്ളികൾ, ചെറിയ ചെറിയ വള്ളികൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അത് നമ്മൾ എടുത്ത് ഒഴിവാക്കിയാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും, ആ ഹാപ്പിനെസ് ഉണ്ടാവും. ഇൻ ദ സെയിം വേ മറ്റുള്ള ആളുകളിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രയാസങ്ങൾ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നീക്കി കൊടുക്കാൻ പറ്റണം. ഓക്കെ, ചിലപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സോന പറഞ്ഞ പോലെ നമ്മളൊരു പുഞ്ചിരി കൊണ്ടാവാം അത് നീക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഫിസിക്കൽ ഹെൽപ്പോട് കൂടിയാവാം. അപ്പം ഒരാൾക്ക് ഒരു ടേബിൾ അവിടെ നീക്കിയിടാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അത് നീക്കി കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ചില വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻസോടാവാം. ഓക്കെ, നമ്മൾ വേറൊന്നും ചെയ്യണ്ട, അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി എന്നുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാവാം. അപ്പം അതെന്താന്നുള്ളത് കണ്ടെത്തുക, അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബി ഹാപ്പി, നമ്മളെ പാഷൻ കണ്ടെത്തിയിട്ട് ബി ഹാപ്പി, ദെൻ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളെ, ദെൻ മേക്ക് അതേഴ്സ് ഹാപ്പി. എങ്ങനെ, അവരായിട്ട് എന്ത് ചെയ്യുക, അംഗീകരിക്കുക. ഓക്കെ, ദിസ് ഈസ് മൈ ഫാദർ, ഇതാണ് എൻ്റെ വാപ്പ, എൻ്റെ വാപ്പ ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് മൈ വൈഫ്, എൻ്റെ വൈഫ് ഇങ്ങനെ. ആ രീതിയിൽ എന്ത് ചെയ്യാം, ആദ്യം അവരെ അക്സെപ്റ്റ് ചെയ്യാം. അതേ രീതിയിൽ തന്നെ കൊണ്ട് നടക്കണമെന്നല്ല, ആദ്യം അവരെ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് അവരിൽ എന്ത് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ അവരിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരുപാട് ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നമ്മളെ, ഞാൻ ആ മാങ്ങന്റെ സ്റ്റോറി പറഞ്ഞില്ലേ, നമ്മളെ ലൈഫിൽ നമ്മളെ ഹൃദയത്തിനെ പിടിച്ച് കിട്ടുന്ന ചെറിയ ചെറിയ വള്ളികൾ ഉണ്ടാവും. ആ വള്ളികൾ എന്ത് ചെയ്യാം, എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മറ്റുള്ള ആളുകളെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വള്ളികൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എടുത്ത് ഒഴിവാക്കുക. ഈ ഒരു കേസിൽ പറയാനുള്ളത്, മറ്റുള്ള ആളുകളെ വള്ളികൾ പോയി ഒഴിവാക്കുന്ന സമയത്ത് ആ വള്ളികൾ നമ്മളെ കഴുത്തിൽ ചുറ്റാതെ കൂടി എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ചില ആളുകൾ പറയുന്ന കേൾക്കുന്നുണ്ട്. ഉം, എൻ്റെ ഒരു കസിൻ പറഞ്ഞൊരു സ്റ്റോറി മുമ്പ് ഓർമ്മയുണ്ട്. ആള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു ഒരാൾക്ക്. ഓക്കെ, ഇങ്ങനെ സങ്കടം പറഞ്ഞ സമയത്ത് ഇവിടുന്ന് ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു, ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു കൊടുത്താണ്. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തതിനാൽ പിന്നെ ഒരുപാട് വള്ളികൾ ബാക്കിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ബാക്കിയുള്ള ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത്, ബാക്കിയുള്ള ആളുകളെ പ്രയാസങ്ങൾ നമ്മൾ നീക്കി കൊടുക്കുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഇന്റൻഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ അത് അവർക്കും ഹാപ്പി ആവും, നമ്മൾ ഹാപ്പി ആവും എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങളാണ് ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇവിടെ ഷെയർ ചെയ്യാം. ആൻഡ് യാ, അപ്പോ വൺസ് മോർ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ പറയാം. ഇനിവേ ഇന്നത്തെ സെഷന് വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യാം, നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് സൺഡേ കാണാം.
നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു 1 hour നമ്മളെ മൈൻഡിനെയും നമ്മളെ സോളിനെയും നമ്മളെ ബോഡിയും മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാൻ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഒരു അമേസിങ് സെഷൻ തന്നെയായിരുന്നു അല്ലേ. ശരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വേറൊരു തലത്തിൽ പറഞ്ഞിരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത ഒരുപാട് പാഠങ്ങൾ കിട്ടാം അല്ലെ. നമ്മളെ കയ്യിൽ നിന്ന് വിസ്ഡം കിട്ടുന്ന സമയത്താണ് നമ്മളത് മനസ്സിലാക്കുക. സോ എനിവൺ നിങ്ങൾക്ക് കിട്ടിയ ടേക്ക് അവേസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. ഓക്കെ ഫൈൻ. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിവേ ഒരു വിസ്ഡം എന്താ പറയാ